പിന്നെ പണി കിട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് വണ്ടി ഓൾറെഡി. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പം ഓൾമോസ്റ്റ് ഒരു 2 months ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതിൽ കഷ്ടപ്പെട്ട് വണ്ടി ചെയ്യുന്ന ആളല്ല, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം എങ്ങനെയും തീർക്കണമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല, കറക്റ്റായിട്ടുള്ള സജഷൻസും നമ്മുടെ ആവശ്യങ്ങൾ കറക്റ്റായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ 2 പ്രാവശ്യം അങ്ങോട്ട് 1 പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കും ആകെ ഇങ്ങോട്ട് പറയാം. അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വർക്കാണ്, ഫിനിഷിങ് നല്ല ഫിനിഷിങ്ങാണ്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇപ്പോഴാണ് ആയത്. അപ്പം ഇത് ആരെങ്കിലും ഇനി വണ്ടി പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, പിന്നെ നല്ല സ്ഥലത്ത് ആദ്യമേ കൊണ്ട് കൊടുക്കുക. എനിക്ക് ആദ്യമേ ഇത് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. താങ്ക് യു സോ മച്ച്. ഹായ്, ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കൊടുന്നേക്കുന്നത് നമ്മളൊരു 2012 മോഡൽ ഹാർഡ് ടോപ്പ് ജിപ്സി ആയിട്ടാണ്. നമുക്ക് കർണാടകയിൽ നിന്ന് വന്ന, ബാംഗ്ലൂരിൽ നിന്ന് വർക്കിന് വന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമുക്ക് വരാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറേ എക്സ്ട്രാ ഫിറ്റിങ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ വരാറ്. ഇത് നേരെ തിരിച്ചാണ്. അതായത് ഇത് ഓൾറെഡി ഓഫ് റോഡ് ബമ്പേഴ്സ് അതേപോലെ ഷാക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഒരു സ്റ്റോക്ക് കണ്ടീഷൻ, പക്ക സ്റ്റോക്ക് ആവാനും പാടില്ല, എന്നാൽ അത് വെച്ച് മോശമാവാനും പാടില്ല. അതായത് അങ്ങനെയാണ് നമ്മളോട് കസ്റ്റമർ നമുക്ക് പറഞ്ഞു തന്നൊരു ടിപ്പ് പറഞ്ഞത്, മീൻസ് നമ്മളോട് ഒരു സജഷൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് നമ്മൾ സ്റ്റോക്ക് ബമ്പർ ചെയ്തിട്ട് സ്നോക്കലും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ എക്സ്റ്റീരിയർ വൈസിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തേക്കുന്ന സ്റ്റോക്ക് ബമ്പറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് 5 ഇഞ്ചിൻ്റെ ഫോഗ് ലാംപ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ആഡ് ചെയ്തതിന് ജസ്റ്റ് ഒന്നൊരു യെല്ലോ കളർ എന്താ പറയുക കൂളിങ്ങൊക്കെ ചെയ്തിട്ട് ചെറിയ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ട് നമ്മളൊരു എന്താ പറയുക ചെറിയ ചേഞ്ച് വരുത്തി, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ നോക്കുകയാണെങ്കിൽ നമ്മളെ നോർമൽ ഹെഡ്ലൈറ്റ്സ് നമ്മൾ നോർമൽ ചെയ്യുന്നതിനോട് വേറെ പുതിയ കമ്പനി ഒന്നാണ്. ഒരു അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ HJGയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പുതിയ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. വാറണ്ടി ഉണ്ട്, 1 ഇയറോളം വാറണ്ടി നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റേതൊക്കെ 6 month എങ്ങാണ്ട് വാറണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇത് 1 year കിട്ടുന്നുണ്ട്. സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ, വേറെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഷാക്കിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡോഗ് ബോങ് ഷാക്കിൾസ് ആണ് ചെയ്തേക്കുന്നത്. ഒരു 2 ഇഞ്ചോളം ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്തേക്കുന്നത്. അതേപോലെ സസ്പെൻഷൻ കിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ നാനോൻ്റെ സസ്പെൻഷൻ കിറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത്. 2 കൊല്ലത്തോളം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ളതാണ്. നൈട്രോ ഷോക്സ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്ന കുറച്ചുകൂടി ചീപ്പായിട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയുക കംഫർട്ടും കിട്ടുന്ന ലെവലിലാണ് ഡോക്ടറിനാണ്. പ്രൊഫണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവൈലബിലിറ്റി കുറച്ച് കുറവാണ്. അതും കോമ്പറ്റീഷൻ വൈസിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൊഫണ്ടറാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ ചെയ്യുകയാണെങ്കിൽ വേറെ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ എക്സ്റ്റീരിയർ വൈസ് ചെയ്യുകയാണെങ്കിൽ LED ടൈലൈറ്റ്സ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫെൻഡർ ഇൻഡിക്കേറ്ററും LED കൺവേർട്ട് ചെയ്തു. ഈ സൈഡ് വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഡിസ്ക്കാണ്. അതായത് ഡിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓഫ് റോഡ് ഡിസ്ക് വരികയാണെങ്കിൽ സാധാരണ അത് ഒരുപാട് പുറത്ത് വരും. 8G ഒക്കെ വരുമ്പോൾ ഒരുപാട് പുറത്ത് വരും. അതെന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് ബൾക്കി ഫീൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ആകുമ്പോൾ അങ്ങോട്ട് ഒതുങ്ങിയും പോകും. ഇത് നമ്മൾ ചെയ്തേക്കുന്ന ഇത് ബോഡി ലെവലിൽ വെച്ചേക്കുന്ന സ്റ്റീൽ ഡിസ്ക്കാണ് ചെയ്തേക്കുന്നത്. അതിലോട്ട് തന്നെ 215, 75, 15 80 ടയേഴ്സ് നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് തന്നെ നമ്മൾ തന്നെ കസ്റ്റം ചെയ്തുണ്ടാക്കിയാണ്. ഗേജ് കൂടെ പൈസയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തതാണ്. അത് മെയിനായിട്ട് നോക്കുന്നത് ക്വാളിറ്റി വൈസ് വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുക. അല്ലാത്ത വൈസിൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വരുന്നതാണ് യൂസ് ചെയ്യുക. ആഫ്റ്റർ മാർക്കറ്റ് എന്താ വെച്ചാൽ ഗേജ് കുറവായിരിക്കും, പൈപ്പിൻ്റെയൊക്കെ ഗേജ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബെൻഡ് ആവാനും ക്രാക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് നമ്മൾ സൈഡ് വെച്ച് നോക്കി നമ്മളൊരു ഡോർ ഹിഞ്ചസ് കൂടി വെച്ചിട്ടുണ്ട്. ഇത് ജിപ്സിയിൽ നിന്നുള്ള ബാറ്ററി വരുന്ന മോഡൽസാണ്. ഫുഡ് സ്റ്റെപ്പും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബൊലേറോ നമ്മൾ നോർമൽ ചെയ്തതാണ്. ബൊലേറോ പാസഞ്ചറിൻ്റെ എന്താ പറയുക സൈഡ് വ്യൂ മിറർ കൂടി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ സൈഡ് വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല സൈഡിൽ.
സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ലെവലിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഈ മെയിനായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ നമ്മളുടെ വിഷ്വലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇൻറ്റീരിയർ വൈസിലാണ് ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയറും കൂടി നോക്കും. ഇനി വേറെ ഇപ്പോൾ നോക്കുക ഇൻറ്റീരിയർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സെൻട്രൽ ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഹാർഡ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ലോക്ക് ഉണ്ടായാൽ ഒന്നുകൂടി നല്ലതാണ്. സോഫ്റ്റ് ടോപ്പ് ആണെങ്കിൽ അത്ര സെക്യൂർഡ് അല്ല. അപ്പോൾ ഹാർഡ് ടോപ്പ് അതേപോലെ റാലി ക്യാബിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ സെൻട്രൽ ലോക്ക് ചെയ്തോളൂ, ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇൻറ്റീരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ വൈസിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ഇൻറ്റീരിയർ വൈസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഡോർ പാഡ്സ് എല്ലാം റാപ്പ് ചെയ്ത്, ഇത് നോർമൽ വരുന്ന ഡോർ പാഡ് അല്ല കേട്ടോ, നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് മേക്ക് ചെയ്യണതാണ്. നോർമൽ കാർബോർഡിൻ്റെ ഒരു ഡോർ പാഡാണ് നമ്മളെ ജിപ്സിയിൽ വരിക. അത് ഒരുപാട് ഈർപ്പം കാര്യങ്ങളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് ബെൻഡ് ആവാനും ക്രാക്ക് ആകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. സീറ്റ് വൈസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ടൊയോട്ട ഗ്ലാൻസയുടെ സീറ്റാണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത്. കസ്റ്റമൈസ് ചെയ്ത് ടൈ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളെല്ലാ വണ്ടിയിലും ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മോമോയുടെ സീറ്റ് ബെൽറ്റ്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ്. കസ്റ്റമർ ബ്ലാക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്തെന്നുള്ളൂ. അതുപോലെ തന്നെ ഫ്ലോറെല്ലാം 70 ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പെല്ലാം സീലിംഗ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രീമിയം ടച്ചിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സ്വിഫ്റ്റിൻ്റെ പഴയ മോഡൽ സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്. അത് നോർമലി വന്നപ്പോൾ നമുക്ക് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആയിരുന്നു. നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഹൈഡ്രോളിക്കിലോട്ട് ചേഞ്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ എ സി എല്ലാം നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം, അതുപോലെ 4 സ്പീക്കേഴ്സും വെച്ചിട്ട് നമ്മളിതിൽ ചെയ്തേക്കുന്നത്. വിത്ത് റിവേഴ്സ് ക്യാമറയാണ് നമ്മളിതിൽ ചെയ്തേക്കുന്നത്. പൈസ നോക്കണം. പിന്നെ ഒരു ഗ്രാബ് ഹാൻഡിൽസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ചെയ്തിട്ടുള്ള ഇതൊരു സ്വിച്ച് പാനൽ നമ്മൾ മേക്ക് ചെയ്തതാണ്, കസ്റ്റമൈസ് ചെയ്തതാണ്. ഇത് 2 സ്വിച്ച് വരുന്നത് നമ്മുടെ പവർ വിൻഡോയുടെ. നോർമൽ നമ്മുടെ ഡോർ പാഡ്സിലാണ് പവർ വിൻഡോയുടെ സ്വിച്ച് വെസ് വരാറ്. പക്ഷെ അതിൻ്റെ ഒരു മെയിൻ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൈസുള്ള ആൾക്കാർ അതേപോലെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ആയാസത്തോടെ ഇരിക്കുമ്പോൾ ആ സ്വിച്ചസിൻ്റെ ഒരു പാനലുണ്ട്, അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, കാല് ഭയങ്കരമായിട്ട് തട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ പാനലിലോട്ട് ചേഞ്ച് ചെയ്ത് നമ്മൾ ലെഫ്റ്റിൻ്റെയും അതേപോലെ റൈറ്റും നമ്മൾ ഈ ഒരു സ്വിച്ചിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോ മൊഡ്യൂൾ വരുന്നുണ്ട് ഇതിൽ. ഇൻ കേസ് നമ്മൾ ഗ്ലാസ്സുകളെല്ലാം താഴ്ത്തിയിട്ടിട്ടാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്ലാസ്സുകളെല്ലാം അപ്പാവുന്നതായിരിക്കും. അതൊരുവിധം എല്ലാ എന്താ പറയുക പവർ വിൻഡോൻ്റെ മൊഡ്യൂൾസും ചെയ്യുന്നുണ്ട്. RD ചെയ്യുന്നുണ്ട്, ടോർക്ക് എന്ന് പറഞ്ഞ കമ്പനികളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ അടുത്ത് നമ്മളൊരു ചാർജർ പോർട്ട്, അതുപോലെ മെയിൻ കറണ്ട്. ഈ മെയിൻ കറണ്ട് ഓണാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഫോഗ് ലൈറ്റ്സിൻ്റെ 2 ലൈറ്റ്സുകളുണ്ട്. ഇപ്പോൾ ഒരു ഫോഗാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ഫോഗിലെ കണക്ഷൻ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഓണാക്കിയാൽ മാത്രമേ ഇതിലോട്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ പാനൽ ലൈറ്റ്സ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിയർ വ്യൂ കൂടിയാണ് ഇതിൽ ചെയ്യാനുള്ളത്. റിയർ വ്യൂവിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല, ഒരു സ്റ്റെപ്പ് മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ ടൈലൈറ്റ്സ് നമ്മൾ LED ആക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ക്യാമറ ഇവിടെ പ്ലേസ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചൊന്നുമില്ലേ, ഈ ലെവലിലാണ് നമ്മൾ ടോപ്പെല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് അതുപോലെ തന്നെ ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വാലോട്രോണിക് എക്സോസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വാലോട്രോണിക് എക്സോസ്റ്റിന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ വാലോട്രോണിക് എക്സോസ്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാനുവലി ചെയ്യാൻ പറ്റിയ ലെവലാണ് ചെയ്തേക്കുന്നത്. ചെറിയൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലിവർ. ഈ ലിവർ നമ്മൾ വെച്ചതിനോട് കൂടി ഇതിപ്പോൾ സ്റ്റോക്ക് സൗണ്ട് കേട്ടോ നിങ്ങൾ, ഇതാണ് അതിൻ്റെ സ്റ്റോക്ക് സൗണ്ട് വരുന്നത്. ഇത് നമ്മൾ ഈ ലിവർ എൻഗേജ് ചെയ്യുന്നതോടുകൂടി
ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വൈസിൽ നമ്മൾ ചെയ്തേക്കുന്ന മാറ്റങ്ങൾ. വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. മെയിനായിട്ട് ഉള്ളതൊന്നും ഒരു പ്രീമിയം ലുക്കിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ജിപ്സി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കാര്യമായിട്ടൊന്ന് എന്താ പറയുക മെക്കാനിക്സ് കാണിച്ചിട്ട് വണ്ടി എടുക്കുക. ഇതൊക്കെ തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. സ്പെയറും കാര്യങ്ങളും മെയിൻ്റനൻസ് ഒന്നും വലിയ ആൾക്കാർ ചോദിക്കണ പോലെ വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പെട്രോൾ വണ്ടി കൊണ്ടുവരുന്ന രീതിയിൽ തന്നെ കൊണ്ടുവരും. പിന്നെ നിങ്ങളെ കയ്യിരിപ്പ് പോലെ ഇരിക്കും. പിന്നെ എന്താ വെച്ചാൽ എടുക്കുമ്പോൾ നല്ല വണ്ടി നോക്കിയെടുക്കുക, അതിനാണ് മെയിനായിട്ട് പറയാനുള്ളത്. അങ്ങനെ കാണുമ്പോൾ അത് നല്ല വണ്ടി നോക്കി എടുക്കാത്തതുകൊണ്ടാണ് ഒരുപാട് മെയിൻ്റനൻസ് ആണ്, ഒരുപാട് പൈസ ചിലവാണെന്നൊക്കെ പറയുന്നത്. എടുക്കുമ്പോൾ നല്ല വണ്ടി മെക്കാനിക്കൽ മോഡൽ നോക്കണ്ട. അതായത് ചിലപ്പോൾ 2010 വണ്ടിയേക്കാളും കണ്ടീഷൻ ഉണ്ടാകും, ചിലപ്പോൾ 2001 2 ആയിരിക്കും. നമ്മളെ തന്നെ എനിക്ക് 2010 ശേഷമുള്ള വണ്ടി മതി, 12 ശേഷമുള്ള വണ്ടി മതി എന്നൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. മോഡൽ നോക്കണ്ടെന്നല്ല, പക്ഷേ വണ്ടിയുടെ കണ്ടീഷനും കൂടി നമ്മളതിൽ എന്താ പറയുക പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പുറത്തുനിന്ന് വന്ന വണ്ടികളാണ് എല്ലാം പ്രോപ്പർ 2012 9 വണ്ടികളൊന്നുമല്ല. അത് അവിടുന്ന് ഓപ്ഷനിൽ കിട്ടുന്ന ഒരു രീതിയുണ്ട്. അത് ചിലർക്കൊക്കെ അറിയായിരിക്കും. പ്രോപ്പർ നമുക്ക് 2010 എന്ന് പറഞ്ഞ് കിട്ടുന്ന വണ്ടി പ്രോപ്പറായിട്ട് 2011 വരിക. അത് അവരുടെ ആ ഓപ്ഷനിൽ വരുന്ന രീതി എങ്ങനെയാണോ അതിനനുസരിച്ചാണ് വരിക. അതൊക്കെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും ഈ സെയിൽ ചെയ്യണവർക്കൊക്കെ. അത് അങ്ങനെയല്ല എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ പ്രോപ്പറായിട്ട് നോക്കുമ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ നോക്കുക, മോഡൽ മാത്രം നോക്കിയത്. പേപ്പർ വൈസ് നമുക്ക് ചിലപ്പോൾ ചെറിയ പൈസയിൽ പേപ്പർ വർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ വണ്ടി കണ്ടീഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആ പൈസ ഈ പേപ്പറിന് കൊടുക്കുന്നതായിക്കോട്ടെ വണ്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയൊക്കെ വെറുതെ ഡെഡായി പോകുള്ളൂ. അത് മാക്സിമം എടുക്കുമ്പോൾ നല്ല കണ്ടീഷനുള്ള വണ്ടി നോക്കിയെടുക്കുക. നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജിപ്സി മാത്രമേ ഉള്ളൂ എടുക്കുക. ജിപ്സി എന്നല്ല, ഇവിടെ എന്തും പോകും. നമ്മൾ എല്ലാ വണ്ടി എടുക്കാം. നമുക്ക് മെയിനായിട്ട് ജിപ്സി ആണ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ ജിപ്സി എടുക്കുന്നത്. നമുക്കൊരു 3-4 വണ്ടികൾ കർണാടക സ്റ്റേഷനിൽ മാത്രം വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു 3 വണ്ടി വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത്രേ പറയുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. നമ്മൾ 2010 വണ്ടി കിടക്കുന്നുണ്ട്, 2005 വണ്ടി, പിന്നെ കർണാടകയിൽ നിന്ന് വന്നൊരു 96 മോഡലുണ്ട്. 96 മോഡൽ ഞാൻ ഇത്രയും നാൾ കണ്ടയിൽ വെച്ച് കാർബേറ്ററിൽ പിന്നെയും ഒരു മെക്കാനിക്കലി ഫിറ്റുള്ളൊരു വണ്ടി. ബോഡി ഷോക്കാണ്, 10 പൈസയ്ക്കില്ല എന്ന് പറഞ്ഞാൽ 10 പൈസയ്ക്കില്ല. അത് കസ്റ്റമർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന അറിയില്ല, എന്നാലും പറയാം ഭയങ്കര മോശമാണ് അതിൻ്റെ ബോഡി. അപ്പോൾ കുറച്ച് പാച്ച് വർക്കൊക്കെ എടുത്തിട്ടുണ്ട്. കാണുന്ന ലെവലിൽ എടുക്കാനാണ് പറഞ്ഞത്. ആൾ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു 4-5 മാസം നാട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ആ ലെവലിൽ കുറച്ച് നാൾ കൊണ്ടുവന്നിട്ട് അത് ആൾ പോകാറായ ടൈമിൽ നല്ല പിന്നെ ചെയ്യാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണുന്ന രീതിയിൽ ഫ്ലാറ്റിങ് ആയതൊക്കെ ഒരു ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ അടുത്ത ഷെഡ്യൂളിൽ നമുക്ക് എടുക്കാമെന്ന് വെച്ചിരിക്കാം. അപ്പോൾ മെക്കാനിക്കലി ഫിറ്റുള്ള വണ്ടി, നല്ല വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ കഴിയുമ്പോൾ ഇടാം. അത് റാലി ക്യാബിൻ വണ്ടിയാണ്, വലിയ കോസ്റ്റ് ഇല്ലാതെ ചെറിയ രീതിയിലുള്ള വർക്കാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.